ഗുഡ് ഈവനിങ് എവരിബഡി. എന്നെ ഉദ്ദേശിച്ച് വളരെ സ്പെഷ്യലാണിത്. മിസ്റ്റർ എബ്രഹാം ചേട്ടൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഷീലു. ഇതിനെല്ലാത്തിനും പുറമെ എനിക്ക് മുഖപരിചയമുള്ള വളരെ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഉണ്ടായിരുന്ന റഹ്മാൻ്റെ ഒരു പ്രസൻസ്, സായി ഗ്രൂപ്പ്, അങ്ങനെ കുറേ അധികം എൻ്റെ ഫേവറേറ്റ്സ് ഉള്ള ഒരു സിനിമ. ഒമർ ലുലു എനിക്കറിയാം നേരത്തെ തന്നെ. അപ്പോൾ അവർക്കൊക്കെ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഡെഫിനറ്റായിട്ടും ഒരു ഇനീഷ്യൽ ബമ്പറിനുള്ള സ്കോപ്പുണ്ട്. അത് ഡെഫിനറ്റായിട്ട് ഞാൻ വളരെ സിൻസിയറായിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളും എല്ലാം അറിയാം, പക്ഷെ എല്ലാം ഉള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം ഉണ്ട്, ഹ്യൂമറുണ്ട്, ആക്ഷനുണ്ട്, ഫൈറ്റ്സ് ഉണ്ട്, പരിപാടി പോലുണ്ട്, സോങ്സ് ഉണ്ട്, എല്ലാം വളരെ കളർഫുള്ളാണ്. ഇന്നത്തെ ട്രെൻഡിന് പറ്റിയ ഒരു ഓണത്തിന് പറ്റിയ ഒരു സിനിമയാണ് അത്. തീർച്ചയായിട്ടും ദൈവം ഒരു 100 days നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much sir for a great response and fun-filled entertainment നമുക്ക് തന്ന ആളാണ്. So what do you want to tell them? ഞാൻ ആദ്യത്തെ ഫിലിം ഹാപ്പി വെഡിങ് ഒരു കോമഡി മൂവി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ആക്ഷൻ മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ബാബുവേട്ടനും ചേർന്നും കൂടി പവർ സ്റ്റാറിന് കുറേ ഇങ്ങനെ എൻ്റെ പരിപാടികൾ നടന്നു, പക്ഷെ ഇതുകൊണ്ട് നടന്നില്ല. പിന്നെ എനിക്ക് ഒരു ആക്ഷൻ ചെയ്യണം. പക്ഷേ ഈ മലയാള ഫിലിമിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ കോൺസ്റ്റബിൾ വേഷം ചെയ്താൽ പിന്നെ ഫുള്ള് കോൺസ്റ്റബിൾ വേഷം കിട്ടുള്ളൂ. അതേപോലെ ജസ്റ്റിസ് സാർ അല്ലേ, അതേപോലെ നല്ല പ്രൊഡ്യൂസേഴ്സ് വന്ന് നമുക്കൊരു ആക്ഷൻ പടം ചെയ്യാൻ നമുക്കൊരു അവസരം തന്നാലാണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്നെ സഹായിച്ച ഷീലുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ എബ്രഹാം സാറ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളുടെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. ഒരുപാട് പേർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, ടെക്നീഷ്യന്മാർക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കുക ഓണത്തിൻ്റെ റിലീസിന് വേണ്ടി. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. ഈ ട്രെയിലർ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ആവും തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ബിഗ് താങ്ക് യു റഹ്മാൻ സാർ. Fun-filled entertainment നമുക്ക് തന്ന ആളാണ്. So what do you want to tell them? ഞാൻ ആദ്യത്തെ ഫിലിം ഹാപ്പി വെഡിങ് ഒരു കോമഡി മൂവി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ആക്ഷൻ മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ബാബുവേട്ടനും ചേർന്നും കൂടി പവർ സ്റ്റാറിന് കുറേ ഇങ്ങനെ എൻ്റെ പരിപാടികൾ നടന്നു, പക്ഷെ ഇതുകൊണ്ട് നടന്നില്ല. പിന്നെ എനിക്ക് ഒരു ആക്ഷൻ ചെയ്യണം. പക്ഷേ ഈ മലയാള ഫിലിമിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ കോൺസ്റ്റബിൾ വേഷം ചെയ്താൽ പിന്നെ ഫുള്ള് കോൺസ്റ്റബിൾ വേഷം കിട്ടുള്ളൂ. അതേപോലെ ജസ്റ്റിസ് സാർ അല്ലേ, അതേപോലെ നല്ല പ്രൊഡ്യൂസേഴ്സ് വന്ന് നമുക്കൊരു ആക്ഷൻ പടം ചെയ്യാൻ നമുക്കൊരു അവസരം തന്നാലാണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്നെ സഹായിച്ച ഷീലുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ എബ്രഹാം സാറ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളുടെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. ഒരുപാട് പേർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, ടെക്നീഷ്യന്മാർക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കുക ഓണത്തിൻ്റെ റിലീസിന് വേണ്ടി. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. ഈ ട്രെയിലർ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ആവും തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ബിഗ് താങ്ക് യു റഹ്മാൻ സാർ, ബാബുവണ്ണി ചേട്ടൻ, എല്ലാവരും, സൈ ചേട്ടൻ, എല്ലാവരോടും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് പോലെ യെസ്, എനിക്ക് തോന്നുന്നു ടിൻചേട്ടനാണെന്ന് തോന്നുന്നു നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ ഒരു ഇവന്റിൽ വെച്ചിട്ട് ടിൻചേട്ടൻ പറഞ്ഞിരുന്നു തോന്നുന്നു നമ്മുടെ മലയാളത്തിന്റെ രോഹിത് ഷെട്ടി ആവാൻ പോകുന്ന ആളാണിത് അല്ലേ. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, രോഹിത് ഷെട്ടി ആവണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് വേണം. ബഡ്ജറ്റ് ഉണ്ടെങ്കിലാണ് എന്ത് ഷെട്ടി നമുക്ക് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് വരട്ടെ, എന്നെ ഒരു രോഹിത് ഷെട്ടിയൊക്കെ മാറ്റട്ടെ. താങ്ക് യു. ആരംഭം കൂടുമ്പം ചെങ്കാതിരു മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂ. എന്താ
ആരംഭം കൂടുമ്പോ ചെങ്കാതൊരു മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേരൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം കൂടുമ്പം ചെങ്കാതൊരു മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേരൊന്ന് കുടിച്ചിടുവാനേ. പെരുമ്പക്കനിയാളോടുള്ളിലെനിക്ക് നിറഞ്ഞ് പ്രേമത്തിന്മാരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വെച്ചെടുത്താലും കള്ളികളെല്ലാം തോളിച്ച് താമര പൂവൊരു വാക്കും വെള്ളിയതില്ലാതിരിഞ്ഞ് കണ്ണാളെ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വെച്ചൊരു പെണ്ണാളെ നിന്റെ പേരെടും പവിഴച്ചിരുന്ന് ഞാനൊരിട്ട് നുണച്ചിടുന്നു മുഖപ്പത്തിന്റെ തട്ടെ പുന്നാരക്കുട്ടി തട്ടെ ക്ഷണമേ നല്ലൊരു മറുപടി തന്നിടതേവി ഉള്ളവളർമണമുള്ളൊരു ദേവി നല്ലൊരു മറുപടി തന്നിടതേവി ഉള്ളവളർമണമുള്ളൊരു ദേവി മാഞ്ഞാളം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചാളെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഉലകത്തിൽ തേരേ മാഞ്ഞാളം. പ്രിയരെ, ഇന്ന് ഇവിടെ ഈ ഒരു ട്രailer ലോഞ്ച് വെച്ചപ്പോൾ തന്നെ മഞ്ജുവാണ് നമ്മുടെ PR. ഇവിടെ ആള് വരാൻ സാധ്യതയില്ല, കാരണം ഇതൊരു വീക്കെൻഡ് അല്ല, ശനി ഞായർ ദിവസങ്ങളിലാണ് സാധാരണ വെക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറെ ഫാമിലീസ് വന്നിട്ടുണ്ട്. ഈ സാന്നിധ്യം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വിജയിക്കും. കാരണം ഒരു വീക്കെൻഡ് അല്ല എന്നിട്ട് പോലും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നിരന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഹീറോ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ബ്രാഞ്ചിയർ ആൻഡ് സെയിന്റ് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത്. ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റായിരിക്കുമെന്ന്. പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ഏട്ടനോടൊപ്പം, സുരേഷ് ഗോപിയോടൊപ്പം, ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ്. അതിനോടൊപ്പം കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടാറുണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചോ, ഞാൻ ഈ പറഞ്ഞത് റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റും, മലയാളത്തിന്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് എന്തൊരു സന്തോഷമില്ല, അതൊന്ന് കൈയടിച്ചോ. ഇതിന് 10 പൈസ ചെലവില്ല. നിങ്ങൾക്കറിയോ, ഈ കൈ രണ്ടും ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ രക്തപ്രസാദം ഉണ്ടാവും, ഗ്ലാമർ കൂടും അല്ലേ? കാരണം ഇന്നത്തെ കാര്യം അറിയാം, എനിക്ക് ഗ്രൂപ്പല്ല വന്നിരിക്കുന്നത്, നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ല, അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. പ്രിയരെ, മലയാള സിനിമയുടെ ഒരറ്റം മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സ് ആണ്. റാംജി റാവു സ്പീക്കിംഗ് അടക്കമുള്ള സിനിമ, ഒമറിന്റെ തന്നെ അഡാർ ലവ് ചെയ്ത് ഓൾ ഇന്ത്യക്ക് ഔസേപ്പച്ചൻ സാർ ഇരിക്കുന്നു, സിയാദ് കോക്കർ, സിയാദ് ഖാന്ന് വിളിക്കാം. ലിസ്റ്റിൻ എന്ന് പറയുന്നത് എനിക്ക് പരിപാടി മുതൽ പിടിച്ചു തന്നിട്ടിരുന്ന ഒരാളാണ്. പള്ളി പരിപാടി മുതൽ സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് എന്നെ അടുപ്പിക്കാറില്ല, പക്ഷെ എല്ലാത്തിന്റെ പ്രൊമോഷൻ ഞാൻ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ന്യൂജൻ പ്രൊഡ്യൂസറാണ് എബ്രാം സാർ. യൂത്ത് ഐക്കൺ എന്ന് വിളിക്കാം. കാരണം വന്ന ഉടനെ 15 പടങ്ങൾ ചെയ്തത്, നിരപ്പിനെ പട്ടപ്പട്ടയെന്നാണ് പടങ്ങൾ ചെയ്തത്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് എൻ്റെ പഠനകാലത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് സെയിന്റ് ജോസഫ്സ് കോളേജിൽ ചെന്നപ്പോൾ പെൺപിള്ളേര് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ദ വൺ ആൻഡ് ഓൺലി റഹ്മാൻ. കാരണം അന്ന് മമ്മൂക്ക ലാലേട്ടൻ നിൽക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ എത്തിയ ആ ഒരു കനൽ ആളിക്കത്താൻ പോവുകയാണ്. പിന്നെ ബാബു ചേട്ടൻ, കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ ആദ്യം പരിശീലിക്കുന്നത് കരാട്ടെ ആയിരിക്കും അല്ലെ? ഇവിടെ എല്ലാവർക്കും അറിയാം, ബ്രൂസ്ലി ആയിരിക്കും നമ്മുടെ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരാള് എന്നുള്ളത് ബാബു ചേട്ടൻ, മലയാളത്തിന്റെ സ്വന്തം പവർ സ്റ്റാർ. യെസ്, പവർ സ്റ്റാർ ബാബു ആന്റണി. അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തുമ്പോഴേക്കും അറിയാം, നമുക്കറിയാം ഫയറാണ്. എപ്പോഴും ഒരു മാലപ്പടക്കത്തിന്റെ അവസാനം ഒരു ഗുണ്ടുണ്ടാവും. ആ ഗുണ്ടാണെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം RDX പോലുള്ള സിനിമകളിൽ ഇത്ര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സീൻ. പക്ഷെ നമ്മുടെ കൊതി തീർന്നില്ല അന്ന് ഫൈറ്റ് ചെയ്തിട്ട്. ഇനി താരങ്ങളിലേക്ക് എത്തിയാണ്. ഞാൻ ആദ്യം സാധാരണ ഈ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ
ഞാൻ ആദ്യം പരിചയപ്പെടുന്ന മറ്റാരുമല്ല. കാരണം ഞങ്ങളുടെ ടീമുണ്ട് ഇതിൽ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഞാനും മറ്റൊരാൾ. ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ ചോര കുടിച്ചിട്ടുള്ള ഒരേ ഒരു ട്രാക്കിലേ ഉള്ളൂ, മിസ്റ്റർ സുധീർ. സുധീർ ഇവിടെയുണ്ട്. പിന്നെ ഇപ്പൊ ലോട്ടറി അടിച്ചിരിക്കുന്ന ഒരാളുണ്ട്, ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ഒറ്റക്ക് വിജയിപ്പിച്ചിരിക്കുകയാണ്, സൈജു കുറുപ്പ്. സൈജു കുറുപ്പ് ഒറ്റക്കാണെങ്കിൽ ഇത്രയും പേര് കൂടി ഉണ്ടായാലും എന്തായിരിക്കും അവസ്ഥ? പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന 4 പേരാണ്. അത് യഥാർത്ഥത്തിൽ ബിബിൻ ജോർജ്, സെന്തിൽ, ആൻസൺ പോൾ എത്തിയിട്ടില്ലെന്നോ? എത്തിയാ? ഓ, അബ്രാമിന്റെ സന്തതികൾ മമ്മൂക്കയുടെ സ്വന്തം സഹോദരനായിട്ട് അഭിനയിച്ചു. ആട് എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിരുന്നു. ഇനി ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് ജന്മം നൽകാൻ ഒരു മാതാവ് വേണം, നിർമ്മാതാവ് എന്ന് പറയും. അത് ഞങ്ങളുടെ ഷീലു അബ്രാം തന്നെയാണ്. ഇവരെ എല്ലാവരെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. So I want everybody to put your hands together, everyone. Please give a big round of applause to each one of them. Yes. അപ്പോൾ നമ്മുടെ entire crew and cast of Bad Boys is here on the stage. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ എൻറ്റയർ മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ദ വൺ ആൻഡ് ഓൺലി ദ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ. എവരിബഡി പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ഹിം. യെസ്, ഹായ് ഹായ്. എനിക്ക് ആക്ച്വലി ഭയങ്കര സ്റ്റാർ സ്ട്രക്ക് മൊമെന്റ് ആട്ടോ. കാരണം എനിക്ക് മമ്മൂക്കേനോടൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. എനിക്ക് അതേ ചോദ്യം ഇവിടെ ചോദിക്കാൻ തോന്നുന്നു, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? You have aged like a fine wine. അത് ആ ചോദ്യം എൻ്റെ ഉമ്മയും പിന്നീട് ചോദിക്കും. ജെനറ്റിക്സ് ആണെന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാഡ് ബോയ്സിലേക്ക് വരാം. എന്താണ് ബാഡ് ബോയ്സ് ആൻഡ് റഹ്മാൻ? എനിക്കറിയാം, എനിക്കൊന്നും ഒരു വലിയൊരു കംബാക്ക് ആണ് നമ്മൾ മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഈവൻ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ആ പഴയ റഹ്മാനെയൊക്കെ തിരിച്ചു കിട്ടി. എനിക്ക് തോന്നുന്നു ആ ട്രെയിലറിന്റെ താഴെ വന്ന കൊമന്റ്സ് വായിക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കൊമന്റ്സും അങ്ങനെ തന്നെയായിരിക്കും. ആൻഡ് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ആൻഡ് വാട്ട് യു വാണ്ട് ടു ടെൽ ദം? ഹലോ കൊച്ചി, നമസ്കാരം. നമസ്കാരം. ഒന്ന് എഴുന്നേക്കൂ പ്ലീസ്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക്. ഞാൻ സിനിമയെക്കുറിച്ച് അധികമൊന്നും പറയാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇതൊരു നല്ല സിനിമയാണ്, വലിയ സിനിമയാണ്, പ്രത്യേക സിനിമയാണ്, എന്നോ ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഇതെല്ലാമാണ്. എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ ത്രിൽഡാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന്. സോ ഞാനും ടെൻഷനാണ് എൻ്റെ ഇത്. പക്ഷെ ഇന്ന് ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് 2 പേരുടെ അടുത്താണ്. ആദ്യം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ, കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേളിൽ കാണിച്ച ആ വിശ്വാസമാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞത്. ഒമർ ലുലു, താങ്ക് യു സോ മച്ച് ഒമർ. ആൻഡ് സാരംഗൻ റൈറ്റർ, താങ്ക് യു സോ മച്ച് ഒമർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം, അത് സത്യമാണ്. സാറിന്റെ ടെൻഷൻ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്തോട്ടെ? ഒരു മിനിറ്റ്. ഞങ്ങള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസം ആയിട്ടുള്ളൂ. ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ ടൈം എങ്ങനെ, അതിനൊരുപാട് പണം ചെലവാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എൻ്റെ അടുത്ത് ഉറപ്പിച്ചതെന്ന് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും, ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക്. താങ്ക് യു സോ മച്ച് എബ്രഹാം മാത്യൂസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ്. ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല. ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല, ഇത് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബെബൻ, സെന്തിൽ, ആൻസൺ, എവറിബഡി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
എനിക്ക് വാക്കുകളില്ല എല്ലാവരും പറയാൻ. കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ലെവൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് സുധീർ, ടിനി, ബാബു ആന്റണി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷീലു, താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ. താങ്ക് യു. ഒരു ടെക്നിക്